രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 31, 32 ദശകങ്ങൾ നോക്കാം. ആദ്യം 31ാമത്തെ ദശകം മഹാബലി ദർപ്പ ശമനം. 1ാമത്തെ ശ്ലോകം. പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണ സർവഥാപി ത്വമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാദ മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. പദം മുറിച്ച് പറയാം. പ്രീത്യാ ദൈത്യഃ തവ തനുമഃ പ്രേക്ഷണാത് സർവഥാ അഭി ത്വാം ആരാധ്യൻ അജിത രജയൻ അഞ്ജലിം സഞ്ജഗാദ മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനം അവനീം വാ അഭി സർവം പ്രദാസ്യേ. അജിത ഗുരുവായൂരപ്പ, ദൈത്യഃ മഹാബലി, തവ അങ്ങയുടെ തനുമഹ പ്രേക്ഷണാത് ശരീരത്തിൻ്റെ തേജസ് കണ്ടിട്ട്, പ്രീത്യ സന്തോഷിച്ചിട്ട്, സർവഥാ അഭി എല്ലാ പ്രകാരത്തിലും, ത്വാം ആരാധ്യൻ അങ്ങയെ പ്രീതിപ്പിക്കാനായിട്ട്, അഞ്ജലിം രചയൻ കൈകൂപ്പിക്കൊണ്ട്, സഞ്ജഗാത ഇപ്രകാരം പറഞ്ഞു. മത്തഃ എന്നിൽ നിന്ന്, തേ കിം സമഭിലഷിതം എന്താണ് ആഗ്രഹിക്കുന്നത്, വിപ്രസൂനോ തും വദ ബ്രാഹ്മണകുമാര അങ്ങ് തന്നെ പറയൂ. ഭക്തം ഭവനം അവനീം വാ അഭി സർവം പ്രദാസ്യേ. ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ വേണ്ടതെല്ലാം തരാം. ഇപ്പോൾ പറയാണ് ഗുരുവായൂരപ്പ, മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ അബലി അങ്ങയുടെ തേജസ് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് എല്ലാ പ്രകാരത്തിലും അങ്ങയെ ആരാധിച്ചു. എല്ലാ പ്രകാരത്തിലും എന്ന് പറയുമ്പോൾ വാമനമൂർത്തി വരുന്നത് കണ്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചു, ഇരിക്കാൻ സിംഹാസനം കൊടുത്തു, പൂജിച്ചു, പാദം കഴുകി അപാദതീർത്ഥം ബലി ശിരസിൽ ധരിച്ചു. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ആരാധിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ചോദിക്കാണ്, ബ്രാഹ്മണകുമാര അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക. അങ്ങ് തന്നെ പറയൂ, ധനം വേണോ, അന്നം വേണോ, ഭവനം വേണോ, അതോ ഇനി ഭൂമി വേണോ, എന്തു വേണമെങ്കിലും തരാം. സർവം പ്രദാസ്യേ. ഇനി 2ാമത്തെ ശ്ലോകം. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോഭ്യസ്യോസേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാ സ്യാത്. പദമുറിച്ച് പറയാം. താം അക്ഷീണാം ബലിഗിരിം ഉപാകർണ്യ കാരുണ്യപൂർണഃ അഭി അസ്യ ഉത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിധ ത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാ സ്യാത്. അക്ഷീണാം താം ബലിഗിരമുപാകർണ്യ, ആ ബലിയുടെ ക്ഷയിക്കാത്ത ഉറച്ച വാക്കിനെ കേട്ടിട്ട്, ത്വം കാരുണ്യപൂർണഃ അഭി അവിടുന്ന് കാരുണ്യപൂർണനാണെങ്കിലും, അസ്യൗസേകം ശമയിതുമനാഹ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട്, ദൈത്യവംശം പ്രശംസൻ ദൈത്യവംശത്തെ പ്രശംസിച്ചിട്ട്, പാദത്രയ പരിമിതാം ഭൂമിം പ്രാർത്ഥയാമാസിത സ്വന്തം കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. സർവം ദേഹി ഇതി നിഗദിതേത്തു മുഴുവൻ തരൂ എന്ന് പറയുകയാണെങ്കിൽ, കസ്യവാ ഹാസ്യം ന സ്യാത് ആരാണ് കളിയാക്കാത്തത്. ഇപ്പോൾ ബലി എന്തും തരാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഭഗവാൻ
കാരുണ്യമൂർത്തിയാണെങ്കിലും മഹാബലിയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാക്കണം എന്ന് നിശ്ചയിച്ചിട്ട് ബലിയുടെ വംശത്തെ തന്നെ നല്ലതുപോലെ ഒന്ന് പ്രശംസിക്കുകയാണ്. പറഞ്ഞു, വജസ്തവൈത ജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുധം യശസ്കരം. ഭാഗവതം. രാജാവേ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്, ധർമ്മയുക്തവുമാണ്. അങ്ങയുടെ കുലത്തിന് യോജിക്കുന്നതുമാണ് അങ്ങയുടെ വാക്കുകൾ. അങ്ങയുടെ കുലത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാത്തവരായിട്ട് ആരാളുള്ളത്? ആരുമില്ല. ദാനം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരെങ്കിലും വന്ന് യുദ്ധത്തിന് വിളിച്ചാൽ പിന്തിരിഞ്ഞോടുന്നവരായിട്ടും അങ്ങയുടെ വംശത്തിൽ ആരും തന്നെയില്ല. ഇനിയിപ്പോൾ ധൈര്യമില്ലാത്തവർ ആരാണുള്ളത്? അങ്ങയുടെ കുലത്തിൽ ജനിച്ച ഹിരണ്യാക്ഷൻ ഒരു ഗദയും കയ്യിൽ പിടിച്ച് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും എതിർക്കുന്നവരായിട്ട് ആരെയും കണ്ടില്ല. അതുപോലെ തന്നെ ഹിരണ്യാക്ഷനെ വിഷ്ണു വധിച്ചതായി അറിഞ്ഞിട്ട് ഹിരണ്യകശിപു ലോകം മുഴുവനും വിഷ്ണുവിനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഭഗവാൻ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെ പോയാലും ഇവൻ എന്നെ തെരഞ്ഞു കണ്ടുപിടിക്കും, അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കാം എന്ന് ചിന്തിച്ചിട്ട് ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു എന്നാണ്. ഭഗവാൻ ബലിയോട് പറയാണ്, അങ്ങയുടെ പിതാവായ വിരോചനനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബ്രാഹ്മണ ഭക്തനായിരുന്നില്ലേ. ഒരിക്കൽ ദേവന്മാർ ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് വിരോചനൻ്റെ അടുത്തെത്താണ്. അങ്ങനെ ആ ബ്രാഹ്മണരെ കണ്ടപ്പോൾ വളരെ വിനയത്തോടു കൂടിയിട്ട് എന്താണ് വേണ്ടത് എന്ന് വിരോചനൻ ചോദിച്ചപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ ആയുസ്സാണ്. മനസ്സിലായി വിരോചനനെ, ഇത് ബ്രാഹ്മണരല്ല, എൻ്റെ ആയുസ് എടുക്കാൻ വന്നവരാണ്, ബ്രാഹ്മണ വേഷം ധരിച്ച് എൻ്റെ ആയുസ് എടുക്കാൻ വന്ന ദേവന്മാരാണ്. എന്നാലും അങ്ങനെയാണെങ്കിലും മനസ്സിലായി എങ്കിലും ആ ബ്രാഹ്മണ വേഷത്തെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ ആയുസ്സിനെ ദാനം ചെയ്ത ആളാണ് അങ്ങയുടെ പിതാവായ വിരോചനൻ എന്നിങ്ങനെ ആ കുലത്തിലുള്ള ഓരോരുത്തരെയും പ്രശംസിച്ചുകൊണ്ട് ഭഗവാൻ മഹാബലിയുടെ അഹങ്കാരത്തെ കൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ നല്ലതുപോലെ പ്രശംസിച്ചിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. അത് പറഞ്ഞിട്ട് മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിക്കുകയാണ്, സർവം ദേഹീതി നിഗദിതേത്തു കസ്യ ഹാസ്യം നവാസ്യാത്. ഭഗവാനെ, ബലിയിൽ നിന്ന് സർവവും തിരിച്ചെടുക്കാനല്ലേ പോയത്, എന്നിട്ട് ചോദിച്ചത് എന്താണ്? 3 അടി മണ്ണ്. എന്താ കൃഷ്ണ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം, ഇപ്പോൾ ഒരാൾ നമ്മളോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എല്ലാം ഇങ്ങ് തന്നോളൂ എന്ന് പറഞ്ഞാൽ ആരാണ് കളിയാക്കാത്തത്? ഇനി 3-ാമത്തെ ശ്ലോകം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലഭത്വാം സതൃപ്യൻ യസ്മാദർപ്പാത് ത്രിപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമത് അതദർഹോഭിഗാഠോപശാന്തി. പദം മുറിച്ച് പറയാം. വിശ്വേശം മാം ത്രിപദം ഇഹ കിം യാജസേ ബാലിശഃ ത്വം സർവാം ഭൂമിം വൃണു കിം അമുനെ ഇതി ആലഭത് ത്വം സ ദൃപ്യൻ യസ്മാത് ദർപ്പാത് ത്രിപദപരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ച അസൗ അഗമത് അതദർഹഃ അഭി ഗാഠോപശാന്തി. വിശ്വേശം മാം ത്രിപദം യാജസേ കിം. വിശ്വത്തിൻ്റെ തന്നെ നാഥനായ എന്നോട് 3 അടി മണ്ണ് ചോദിക്കുകയോ? എന്താണിത്? ത്വം ബാലിശഃ, അങ്ങേക്ക് ബുദ്ധിയില്ലേ? സർവാം ഭൂമി വൃണു, ഭൂമി മുഴുവനും ചോദിക്കൂ. അമുനാക്കിം, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? 3 അടി മണ്ണ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇതി സഹ എന്ന് ആ മഹാബലി ത്വാം ദൃപ്യൻ ആലപത്, ഭഗവാനോട് അഹങ്കാരത്തോടെ പറഞ്ഞു. യസ്മാദർപ്പാത്, ആ അഹങ്കാരം കൊണ്ട് തന്നെയാണ് അസൗ മഹാബലി ത്രിപദ പരിപൂർത്യക്ഷമ, 3 അടി തികയ്ക്കാനാവാതെ ക്ഷേപവാദാൻ ബന്ധം ച അധിക്ഷേപവാക്കുകളെയും ബന്ധനത്തെയും അതദർഹ അഭി, അത് അർഹിക്കുന്നതല്ലെങ്കിലും
ഗാഠോപശാന്തി, അഹങ്കാരം ലേശം പോലും ഇല്ലാതാക്കാനായിട്ട് അകമത് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ലോകങ്ങളുടെ എല്ലാം നാഥനായ എന്നോട് 3 അടി മണ്ണാണോ ചോദിക്കുന്നത്? എന്താ ഇത്? അങ്ങക്ക് ബുദ്ധിയില്ലേ? ഭൂമി മുഴുവൻ ചോദിക്കൂ, ഞാൻ തരാം. ഈ 3 അടി മണ്ണ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? മാറ്റി ചോദിക്കൂ. ഇത് തൃപ്യൻ ആലപത് എന്നാണ്, അഹങ്കാരത്തോടുകൂടി പറഞ്ഞു എന്നാണ്. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ആ അഹങ്കാരം കൊണ്ട് തന്നെയാണ് പിന്നീട് ഭഗവാൻ ചോദിച്ച 3 അടി മണ്ണ് പോലും മുഴുവനായിട്ട് അളക്കാൻ കഴിയാതെ വന്നതും. ബലി അത് അർഹിക്കുന്നതല്ല എന്നിരുന്നാലും എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞത് ബലിക്ക് ഒരബദ്ധം പറ്റിയതാണ്. അല്ലാതെ ബലി അഹങ്കാരിയൊന്നുമല്ല. ബലി നല്ല ആളാണ്. തെറ്റിപ്പോൾ അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും ശിക്ഷ ഉറപ്പാണ്. അപ്പോൾ ലേശമെങ്കിലും മേൽപ്പത്തൂർ പറയാണ്, ലേശമെങ്കിലും ഞാനെന്ന ഭാവം ബലിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാക്കാനായിട്ടാണ് ഭഗവാൻ ബലിയെ ബന്ധനത്തിലാക്കിയതും ഭഗവാനിൽ നിന്ന് വളരെയധികം അധിക്ഷേപ വാക്കുകൾ ബലിക്ക് കേൾക്കേണ്ടി വന്നതും. ഇനി 4-ാമത്തെ ശ്ലോകം. പാദത്രയ്യ യദി നമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേദിത്യുക്തേऽസ്മിൻ ഭരത ഭവതേ ധാതുകാമേതതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാപ്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. പദം മുറിച്ച് പറയാം. പാദത്രയ്യ യദി ന മുദിതഃ വിഷ്ടഭൈ ന അഭി വിഷ്ടഭൈർനാഭി തുഷ്യേത് ഇതി ഉക്തേ അസ്മിൻ വരദ ഭവതേ ധാതുകാമഃ ധാതുകാമേ അധ ധാതുകാമേധ തോയം ദൈത്യാചാര്യഃ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാത് തം മാ ദേയം ഹരിഹി അയം ഇതി വ്യക്തം ഏവ ആബഭാഷേ. വ്യക്തമേവാബഭാഷേ. പാദത്രയ്യ യദി നമുദിതഃ 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ വിഷ്ടഭൈഹി അഭി 3 ലോകങ്ങൾ കിട്ടിയാലും ന തുഷ്യേത് സന്തോഷിക്കുകയില്ല. ഇതി ഉക്തേ എന്ന് പറഞ്ഞിട്ട് അസ്മിൻ ഭവതേ ബലി അങ്ങയ്ക്കായിക്കൊണ്ട് ആദ്യം തോയം ധാതുകാമേ ജലദാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വരദ ഗുരുവായൂരപ്പ പരീക്ഷാർത്ഥിനഃ പരീക്ഷിക്കാനായിക്കൊണ്ട് തവ പ്രേരണാത് ഖലു അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണല്ലോ ദൈത്യാചാര്യ ശുക്രാചാര്യര് തം ആ മഹാബലിയോട് മാദേയം അരുത് കൊടുക്കരുത് അയം ഹരിഹി ഇത് ഹരിയാണ് ഇതി വ്യക്തം ഏവ എന്ന് വ്യക്തമായിട്ട് തന്നെ ആബഭാഷ പറഞ്ഞു. ഇവിടെ 3 അടി മണ്ണുകൊണ്ട് എന്താവാനാണ്? മാറ്റി ചോദിക്കൂ എന്ന് പറഞ്ഞ മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു, പാദത്രയ നമുദിതഃ യദി വിഷ്ടഭൈഹി ന തുഷ്യേത് 3 അടി കൊണ്ട് സന്തോഷിക്കാത്തവർ 3 ലോകം കിട്ടിയാലും സന്തോഷിക്കാനൊന്നും പോണില്ല, എനിക്ക് ഇത്രയും മതി എന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ മഹാബലി ഭൂദാനം ചെയ്യുന്നതിന് മുമ്പ് ജലദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഗുരുവായ ശുക്രാചാര്യര് തടയാണ്. മാദേയം അരുത് കൊടുക്കരുത്, ഇത് വിഷ്ണുവാണ്. ഏഷവൈരോചനെ സാക്ഷാത് ഭഗവാൻ വിഷ്ണുരവ്യയ കശ്യപാദതിദേർജാതോ ദേവാനാം കാര്യസാധക. ഭാഗവതം. ഇത് അവ്യയനായ വിഷ്ണുവാണ്. ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാനായിട്ട് കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായി അവതരിച്ച വിഷ്ണുവാണ്. അതുകൊണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ശുക്രാചാര്യരെ ദാനം കൊടുക്കുന്നതിൽ നിന്ന് ബലിയെ തടയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. യാജത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോഭിദൈത്യ വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭിസ പ്രാർപ്പയത്തോയ പൂർവം. പദമുറിച്ച് പറയാം. യാജതി ഏവം യദി സ ഭഗവാൻ
പൂർണ്ണകാമഃ അസ്മി സഹ അഹം സോഹം ദാസ്യാമി ഏവ സ്ഥിരം ഇതി വദൻ കാവ്യശബ്ദഃ അഭി ദൈത്യഃ വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലം അഭി സ പ്രാർപ്പയത് തോയപൂർവം. സ ഭഗവാൻ, ആ ഭഗവാൻ ഏവം ഇപ്രകാരം യാചതി യതി യാചിക്കുകയാണെങ്കിൽ അഹം പൂർണ്ണകാമഃ അസ്മി ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായിത്തീർന്നു. ദാസ്യാമി ഏവം കൊടുക്കുക തന്നെ ചെയ്യും. ഇതി സ്ഥിരം വദൻ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് സഹ ദൈത്യ ആ അസുരൻ മഹാബലി കാവ്യശബ്ദ അഭി കാവ്യൻ ശപിച്ചു എങ്കിലും, കാവ്യൻ എന്ന് പറയുമ്പോൾ ശുക്രാചാര്യർ നിജദൈതയ വിന്ധ്യാവല്യ ഭാര്യയായ വിന്ധ്യാവല്ലിയോട് കൂടി ചേർന്ന് ദത്തപാദ്യായ കാൽ കഴുകാനുള്ള ജലം കൊടുത്തിട്ട് ഭഗവാന് ഉദകപൂർവകമായിട്ട് സകലം അഭി അർപ്പയത് ചിത്രം ചിത്രം സകലം അഭി മുഴുവനും തൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന് അർപ്പിച്ചു. ചിത്രം ചിത്രം അദ്ഭുതം അത്യദ്ഭുതം. ഇവിടെ ശുക്രാചാര്യര് വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട മഹാബലി എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാൻ എനിക്ക് തന്നതാണ്. ആ ഭഗവാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ യാചിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനു കൊടുക്കാതിരിക്കണം? ആഗ്രഹങ്ങളുടെ അശേഷ അസ്തമയമാണ് ഭഗവത് പ്രാപ്തി. അപ്പോൾ അതുകൊണ്ട് ഭഗവാനാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ എൻ്റെ സർവ്വ ആഗ്രഹങ്ങളും അസ്തമിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ശുക്രാചാര്യര് ശപിച്ചു. എന്നിരുന്നാലും ഇവിടെ ശുക്രാചാര്യര് ശപിച്ചു എന്ന് പറയുമ്പോൾ ഈ വന്നിരിക്കുന്നത് ഭഗവാനാണ്, അതുകൊണ്ട് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ആ വാഗ്ദാനം ചെയ്തത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ആ ബലി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശുക്രാചാര്യര് ശപിക്കാണ്. എൻ്റെ വാക്ക് കേൾക്കാത്ത നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതാകട്ടെ എന്ന് ശുക്രാചാര്യര് ശപിക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. എന്താണ്? ഗുരുരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്നാണ്. അപ്പോൾ ശുക്രാചാര്യരുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ബലിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജലദാനം ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ എന്ത് ദാനം ചെയ്യുമ്പോഴും അതിനു മുൻപായിട്ട് ജലദാനം ചെയ്യണം എന്നാണ് വ്യവസ്ഥ. അപ്പം അങ്ങനെ ജലദാനം ചെയ്തതിന് ശേഷം ഭാര്യയായ വിന്ധ്യാവലിയോട് കൂടി ചേർന്ന് സകലവും ആ ബലി ഭഗവാന് സമർപ്പിക്കുകയാണ്. മേൽപ്പത്തൂര് പറയാണ് അത്ഭുതം അത്യദ്ഭുതം. ഇനി 6ാമത്തെ ശ്ലോകം. നിസ്സന്ദേഹം ദിദികുലപദോ ത്വയ്യശേഷാർപ്പണം തദ്വ്യാധന്വാനെ മുമുജുർഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃതവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. പദമുറിച്ച് പറയാം. നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയി അശേഷ അർപ്പണം തത് വ്യാധന്വാനെ മുമുജുഹു ഋഷയഃ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഃ അവൃധത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിദികുലപദൗ അസുരചക്രവർത്തിയായ മഹാബലി നിസ്സന്ദേഹം യാതൊരു സംശയവുമില്ലാതെ ത്വയി അശേഷ അർപ്പണം വ്യാധന്വാനെ തത് ആ ബലി അവിടത്തേക്ക് സകലതും അർപ്പണം ചെയ്തപ്പോൾ സാമരാഹ ഋഷയഃ ദേവന്മാരോടുകൂടി ചേർന്ന് ഋഷിമാരും പുഷ്പവർഷം മുമുജു പുഷ്പവൃഷ്ടി നടത്തി. തവ അങ്ങയുടെ തത് ഇതം ദിവ്യം രൂപം ഈ ദിവ്യരൂപം എന്ന് പറയുമ്പോൾ ആ ദിവ്യരൂപം വിശ്വഭാജാം പശ്യതാം ലോകജനത മുഴുവനും കണ്ടു നിൽക്കെ തന്നെ വിശ്വാണ്ഡഭാണ്ഡം അവധീകൃത്യ ബ്രഹ്മാണ്ഡത്തെ അതിക്രമിച്ചിട്ട്
ഉച്ചൈഹി ഉച്ചൈഹി അവൃദ്ധത്, ഉയർന്ന് അങ്ങനെ വളർന്നു വന്നു. ഇവിടെ അസുര ചക്രവർത്തിയായ മഹാബലി തനിക്കുള്ളതെല്ലാം യാതൊരു സന്ദേഹവും കൂടാതെ ഭഗവാന് സമർപ്പിച്ചപ്പോൾ അത് കണ്ട ദേവന്മാരും ഋഷിമാരും പുഷ്പവൃഷ്ടി നടത്താണ്. ആ സമയത്ത് ഭഗവാന്റെ ആ ദിവ്യരൂപം ലോകജനത നോക്കിക്കൊണ്ടു നിൽക്കെ തന്നെ ബ്രഹ്മാണ്ടത്തോളം വളർന്നു എന്ന് പറയാം. ഇനി 7ാമത്തെ ശ്ലോകം. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീകോദ്ഭവോऽസൗ കുണ്ഠിതോയൈരസിജദബുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേऽസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമജരജ്ജാംബവാൻ ഭക്തിശാലി. പദം മുറിച്ച് പറയാം. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീക ഉദ്ഭവഃ അസൗ പുണ്ടരീകോദ്ഭവോऽസൗ കുണ്ഠിതോയൈഃ അസിജത് അപുനാത് യത് ജലം വിശ്വലോകാൻ ഹർഷ ഉത്കർഷാത് സുബഹു നനൃതേ ഖേചരൈഃ ഉത്സവേ അസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനം അചരത് ജാംബവാൻ ഭക്തിശാലി. അസൗ പുണ്ടരീകോദ്ഭവഃ, ആ ബ്രഹ്മാവ് നിജപദഗതം സ്വന്തം സ്ഥാനത്തെത്തിയ ത്വത് പാദാഗ്രം അങ്ങയുടെ പാദാഗ്രത്തെ കുണ്ഠിതോയൈഹി കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകി. യത് ജലം, ആ ജലം വിശ്വലോകാൻ ലോകത്തെ മുഴുവൻ പരിശുദ്ധീകരിച്ചു. ഹർഷ ഉത്കർഷാത് വർദ്ധിച്ച സന്തോഷം കൊണ്ട് ഖേചരൈഹി ആകാശചാരികൾ സുബഹു നനൃതേ വളരെ നന്നായി നൃത്തം ചെയ്തു. അസ്മിൻ ഉത്സവേ, ഈ ഉത്സവത്തിൽ, ഉത്സവം എന്ന് പറയുമ്പോൾ സന്തോഷം, ഈ സന്തോഷത്തിൽ ഭക്തിശാലി ജാംബവാൻ ഭക്തിമാനായ ജാംബവാൻ ഭേരീം നിഘ്നൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഭുവനം അചരത് ലോകം മുഴുവൻ സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ദിവ്യരൂപം ബ്രഹ്മാണ്ടത്തോളം വളർന്നു വരുന്ന ആ സമയത്ത് അത് കണ്ടപ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ അറ്റം സത്യലോകത്ത് എത്തിയപ്പോൾ ബ്രഹ്മാവ് കമണ്ഡലുവിലെ ജലം കൊണ്ട് ഭഗവാന്റെ പാദം കഴുകാണ്. ആ പാദതീർത്ഥം എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ആ പാദതീർത്ഥം ഗംഗയായി തീർന്നിട്ട് സർവ്വലോകങ്ങളെയും പരിശുദ്ധീകരിച്ചു. ആ സമയത്ത് അധികരിച്ച സന്തോഷം കൊണ്ട് ദേവന്മാർ, ഗന്ധർവന്മാർ മുതലായ ആകാശചാരികൾ വളരെ നന്നായി നൃത്തം ചെയ്തു. ആ സന്തോഷത്തിൽ ഭക്തിശാലിയായ ജാംബവാൻ ആ സന്തോഷത്തെ പെരുമ്പറ കൊട്ടി ലോകം മുഴുവൻ അറിയിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം. താവദ്ദേത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോ ഭേദേർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മ കിംബോ യുദ്ധൈരിതി ബലിഗിര്യാ തേധപാതാളമാഭൂ. പദം മുറിച്ച് പറയാം. താവത് ദൈത്യാഹ തു അനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധ യുദ്ധാം ദേവോഭേദൈഃ ഭവത് അനുചരൈഃ സംഗതാ ഭംഗം ആപൻ കാലാത്മാ അയം വസതി പുരതഃ യത് വശാത് പ്രാഗ്ജിതാഃ സ്മ കിം വഹ യുദ്ധൈഃ ഇതി ബലിഗിരാ തേ അഥ പാതാളം ആബുഃ. ദേവ താവത് ദൈത്യാഹ തു, ഭഗവാനെ അപ്പോൾ ദൈത്യന്മാരാകട്ടെ അസുരന്മാരാകട്ടെ ഭർത്തുഹു അനുമതി മൃതേ ഭർത്താവിൻ്റെ യജമാനൻ്റെ എന്ന് പറയുമ്പോൾ മഹാബലിയുടെ അനുവാദം കൂടാതെ തന്നെ ആരബ്ധ യുദ്ധം ആരംഭിച്ചു. ഉഭേദൈഹി ഭവതനുചരൈഹി പെട്ടെന്ന് വന്നു ചേർന്ന അങ്ങയുടെ അനുചരന്മാരോട് സംഗതാഹ ഏറ്റുമുട്ടിയ സമയത്ത് ഭംഗം ആപൻ പരാജയപ്പെട്ടപ്പോൾ
കാലാത്മാ അയം പുരതഃ വസതി. കാലസ്വരൂപനാണ് മുന്നിൽ നിൽക്കുന്നത്. യത് വശാത് പ്രാഗ്ജിതാസ്മാ. ആ കാലസ്വരൂപന്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ട് നമ്മൾ ജയിച്ചത്. വഹ യുദ്ധൈഹി കിം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ കാലസ്വരൂപനായ ഈശ്വരൻ എതിരായിട്ട് അസുരന്മാർക്കെതിരായിട്ട് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് വഹ യുദ്ധൈഹിക്കും, നമുക്ക് യുദ്ധം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതി ബലിഗിര എന്ന ബലിയുടെ വാക്കിനാൽ തേ അസുരന്മാരെ അഥ പിന്നീട് പാതാളം ആപുഹു, പാതാളത്തിലേക്ക് പോയി. ഇവിടെ ആ സമയത്ത് അസുരന്മാരെല്ലാവരും തങ്ങളുടെ സ്വാമിയായ മഹാബലിയെ ശുക്രമഹർഷി ഉപദേശിക്കുന്നതും ശപിക്കുന്നതും അതുപോലെ തന്നെ ഈ വന്നു നിൽക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന ആള് ആകാശം മുട്ടെ വളരുന്നതുമൊക്കെ കണ്ടപ്പോൾ അസുരന്മാർക്ക് മനസ്സിലായി ഇത് ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വന്ന ആളാണ്. അങ്ങനെ അസുരന്മാര് മഹാബലിയുടെ അനുവാദമൊന്നും വാങ്ങാതെ തന്നെ, അനുവാദം കൂടാതെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ യുദ്ധം ആരംഭിച്ച സമയത്ത് അവിടെ വന്ന വിഷ്ണു പാർഷദന്മാരോട് ഏറ്റുമുട്ടാൻ തുടങ്ങിയപ്പോൾ അസുരന്മാരെ ഓരോരുത്തരെയായിട്ട് വിഷ്ണു പാർഷദന്മാരെ വധിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മഹാബലി പറയാണ്, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാലസ്വരൂപനായ ഈശ്വരനാണ്. ഈ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതിനു മുൻപ് നമ്മൾ യുദ്ധത്തിൽ ജയിച്ചത്. ഇപ്പോൾ കാലം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് കേട്ട അസുരന്മാർ പാതാളത്തിലേക്ക് തിരിച്ചു പോവാണ്. ഇനി 9ാമത്തെ ശ്ലോകം. പാശൈർബദ്ധം പദകപദിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യഗംബം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പദം മുറിച്ച് പറയാം. പാശൈഹി ബദ്ധം പദകപദിന ദൈത്യം ഉച്ചൈഹി അവാദീത് താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി. പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇതി അഗംബം വദന്തം പ്രഹ്ലാദഃ തം സ്വയം ഉപഗതഃ മാനയൻ അസ്തവീത് ത്വാം. പദകപദിന പാശൈഹി ബദ്ധം, ഗരുഡനാൽ വരുണപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട ദൈത്യനോട് ഉച്ചൈഹി അവാദീഹി, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. താർത്തീകം മമ പദം ദിശ, 3ാമത്തെ അടി എനിക്ക് കാണിച്ചു തരൂ. വിശ്വേശ്വരഃ കിം ന അസി, നീ വിശ്വത്തിൻ്റെ തന്നെ നാഥനല്ലേ. ഭഗവൻ പാദം മൂർധ്നി പ്രണയ, ഭഗവാനെ പാദം എൻ്റെ മൂർധാവിൽ വെച്ചാലും. ഇതി അഗംബം വദന്തം തം, എന്ന് യാതൊരു ഭയവുമില്ലാതെ പറയുന്ന ആ മഹാബലിയെ മാനയൻ ബഹുമാനിച്ചുകൊണ്ട് പ്രഹ്ലാദഃ സ്വയം ഉപഗതഃ ത്വാം അസ്തവീത്, അവിടുത്തെ ആ സമയത്ത് സ്വയം അവിടെ എത്തിച്ചേർന്ന പ്രഹ്ലാദൻ ത്വാം അങ്ങയെ അസ്തവീത് സ്തുതിച്ചു. അപ്പം ഇവിടെ അസുരന്മാരെല്ലാവരും പാതാളത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ആ മഹാബലിയുടെ വാക്കിനെ കേട്ടിട്ട് അസുരന്മാർ എല്ലാവരും പാതാളത്തിലേക്ക് പോയപ്പോൾ ഗരുഡൻ മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിൽക്കുന്ന ബലിയോട് ഭഗവാൻ ഉറക്കെ വിളിച്ചു പറയാണ്, 3ാമത്തെ അടി ഞാൻ എവിടെ വെക്കണം? കാണിച്ചു തരൂ, നീ ലോകത്തിൻ്റെ തന്നെ നാഥനല്ലേ. പദേകേന മയാ ക്രാന്തോ ഭൂലോകം ദിശസ്തനോ സ്വർലോകസ്തു ദ്വിതീയേന പശ്യതസ്തേ സ്വമാത്മന. ഭാഗവതം. രാജാവേ, ഒരടി കൊണ്ട് ഭൂലോകത്തെയും ദേഹവിസ്താരം കൊണ്ട് ആകാശത്തെയും ദിക്കുകളെയും 2ാമത്തെ അടി കൊണ്ട് സ്വർലോകത്തെയും അളന്നെടുത്ത ഞാൻ അങ്ങയുടെ സർവസ്വവും 2 അടി കൊണ്ട് തന്നെ അളന്നെടുത്തിരിക്കുകയാണ്. 3ാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിച്ച ഭഗവാനോട് യാതൊരു സംശയവും കൂടാതെ മഹാബലി പറയാണ്, ഭഗവൻ പാദം മമ മൂർത്തിനി പ്രണയ, ഭഗവാനെ ആ പാദം എൻ്റെ നെറുകയിൽ വെച്ചാലും. മഹാബലിയുടെ ആ വാക്കിനെ ബഹുമാനിച്ചിട്ട് ആ സമയത്ത് അവിടെ പ്രഹ്ലാദൻ സ്വയം അവിടെ എത്തിച്ചേരാണ്. ഇനി 10ാമത്തെ ശ്ലോകം.
തർപ്പോച്ചിത്തേ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യേർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മസ്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി പാതാലയേശ. പദമർശി പറയാം. ദർപ്പ ഉച്ചിത്യൈ വിഹിതം അഖിലം ദൈത്യ സിദ്ധഃ അസി പുണ്യൈഃ ലോകഃ തേ അസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത് സായുജ്യം ഭജ ച പുനഃ ഇതി അന്വഗൃഹ ബലിം തം വിപ്രൈഃ സന്താനിതമഖവരഃ പാഹി പാതാലയേശ. വിഹിതം അഖിലം, ഞാൻ ചെയ്തത് മുഴുവനും ദർപ്പ ഉച്ചിത്തെ അഹങ്കാരമില്ലാതാക്കാനാണ്. ദൈത്യ അസുരശ്രേഷ്ഠ പുണ്യേഹി സിദ്ധ അസി, ചെയ്ത പുണ്യങ്ങൾ കൊണ്ട് നീ ഇപ്പോൾ സർവസിദ്ധികളും നേടിയിരിക്കുകയാണ്. ത്രിദിവ വിജയീ ലോകഃ തേ അസ്തു, സ്വർഗത്തേക്കാൾ ഉത്കൃഷ്ടമായ ഒരു ലോകം നിനക്ക് ഭവിക്കട്ടെ. പശ്ചാത്, പിന്നീട് വാസവത്വം ച, ഇന്ദ്രന്റെ സ്ഥാനവും ലഭിക്കട്ടെ. പുനഃ, പിന്നീട് മസായുജ്യം ച ഭജ, എന്നോട് സായുജ്യവും ഉണ്ടാകട്ടെ. ഇതി തം ബലിം അന്വഗൃഹ, എന്ന ബലിയെ അനുഗ്രഹിച്ചിട്ട് വാതാലയേശ ഗുരുവായൂരപ്പ വിപ്രൈഹി, ബ്രാഹ്മണരെ കൊണ്ട് സന്താനിതമഖവരഃ, മഹാബലിയുടെ യാഗക്രിയകൾ പൂർത്തിയാക്കിയ അവിടുന്ന് പാഹി, രക്ഷിക്കണേ. അപ്പം അങ്ങനെ പ്രഹ്ലാദൻ സ്തുതിച്ചതിന് ശേഷം ഭഗവാൻ പറയാണ്, ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം തന്നെ ബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കാനാണ്. എന്തായാലും ബലി ചെയ്തിട്ടുള്ള ആ പുണ്യങ്ങൾ കൊണ്ട് സകല സിദ്ധികളും ബലിക്ക് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ലോകം നിനക്ക് വന്നു ചേരട്ടെ. അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ സ്ഥാനവും ഉണ്ടാകട്ടെ. പിന്നീട് എന്നോട് സായുജ്യവും ഉണ്ടാകട്ടെ എന്നിങ്ങനെ ബലിയെ അനുഗ്രഹിച്ചിട്ട് ശുക്രാചാര്യരെ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലിയുടെ യാഗം ഭംഗിയായി പൂർത്തിയാക്കിയ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് ആ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടുകൂടിയിട്ട് 31ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഇനി 32ാമത്തെ ദശകം മത്സ്യാവതാരം. 1ാമത്തെ ശ്ലോകം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷു അധിസ്സ കില മത്സ്യരൂപം. പദമുറിച്ച് പറയാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തര അന്ത ഉദ്യത അകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത് ധൃതേഷു വേദേഷു അധിസ്സഹ കില മത്സ്യരൂപം. നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത് ഹൃദേഷു വേദേഷു അധിസ്സഹ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ, പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ ഷഷ്ടാന്തര അന്ത ഉദ്യത് അകാണ്ഡകൽപേ, 6ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത്, ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദേഷു ഹൃദേഷു 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ മത്സ്യരൂപം, അവിടുന്ന് മത്സ്യരൂപം അതിസ കില, സ്വീകരിക്കാൻ ആഗ്രഹിച്ചുവല്ലോ. പണ്ട് 6ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഹയഗ്രീവൻ എന്ന മഹാസുരൻ ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് 4 വേദങ്ങളും അപഹരിച്ചപ്പോൾ ഗുരുവായൂരപ്പ അവിടുന്ന് മത്സ്യശരീരത്തെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചുവല്ലോ. അപ്പോൾ ഇവിടെ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഭൂർലോകം മുതലായ ലോകങ്ങൾ ജലത്തിൽ മുങ്ങി. അങ്ങനെ പകൽ കഴിഞ്ഞ് രാത്രിയായി തുടങ്ങിയതുകൊണ്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് പുറപ്പെട്ട വേദാഭിമാനികളായ
വേദാഭിമാനികളായ ദേവതകളെ ബലവാനായ ഹയഗ്രീവൻ എന്ന മഹാസുരൻ അപഹരിച്ചപ്പോൾ ഭഗവാൻ ആ വേദങ്ങളെ വീണ്ടെടുക്കാനായിട്ട് മത്സ്യരൂപത്തെ സ്വീകരിച്ചു. ഇനി രണ്ടാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യതാ കശ്ചന ബാലമീനഃ. പദമുറിച്ച് പറയാം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുഃ നദീജലേ തർപ്പയതഃ തദാനീം കരാഞ്ജലോ അഞ്ജലോ സഞ്ജ്വലിത ആകൃതിഃ ത്വം അദൃശ്യത കശ്ചന ബാലമീനഃ. നദീജലേ തർപ്പയതഃ, നദീജലത്തിലെ സന്ധ്യയ്ക്ക് തർപ്പണം ചെയ്യുന്ന ദ്രമിളാധിഭർത്തുഃ സത്യവ്രതസ്യ, ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ കരാഞ്ജലോ കൈക്കുമ്പിളില് തദാനീം അപ്പോൾ സഞ്ജ്വലിത ആകൃതി മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള കശ്ചന ബാലമീനഃ ഒരു മത്സ്യക്കുട്ടിയായിട്ട് ത്വം അദൃശ്യത അവിടുത്തെ അങ്ങയെ കാണപ്പെട്ടു. അപ്പോൾ നദീജലത്തിൽ സന്ധ്യയ്ക്ക് തർപ്പണം ചെയ്യുന്ന ദ്രവിഡ രാജാവായ സത്യവ്രതൻ ഒരു ദിവസം കൃതമാല നദിയിൽ ജലതർപ്പണം ചെയ്യുന്ന സമയത്ത് തർപ്പണം ചെയ്യാനായിട്ട് കൈക്കുമ്പിളിൽ ജലമെടുത്തപ്പോൾ മിന്നിത്തിളങ്ങുന്ന അനിർവചനീയമായ ഒരു മത്സ്യക്കുട്ടിയെ കാണുകയാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭി കലശീം ച കൂപം ബാബീം സരശ്ചാനശിഷേ വിഭോത്വം. പദമുറിച്ച് പറയാം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേ അംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈഃ അഹോഭിഃ കലശീം ച കൂപം വാബീം സരശ്ചാൻ അശിഷേ വിഭോ ത്വം. മുനിഃ ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്യ, രാജർഷിയായ ആ സത്യവ്രതൻ ആ മത്സ്യത്തെ വെള്ളത്തിൽ തന്നെ ഇട്ടപ്പോൾ ഭയപ്പെട്ട അങ്ങയെ കണ്ടിട്ട്, മത്സ്യരൂപത്തിലുള്ള ഭഗവാനെ കണ്ടിട്ട് അംബുപാത്രേണ ആ മത്സ്യത്തെ ജലം നിറച്ച ഒരു പാത്രത്തിലാക്കിയിട്ട് സ്വഗേഹം തൻ്റെ ആശ്രമത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി. വിഭോ ഭഗവാനെ ത്വം സ്വൽപൈഹി അഹോഭിഹി അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കലശീം കൂപം വാബീം സരഹാച്ച ആനശിഷേ, കുടം, പിന്നെ കിണർ, പിന്നെ കുളം, പിന്നീട് സരസ് എന്നിവയിൽ നിറഞ്ഞു നിന്നു. സത്യവ്രത രാജർഷി ആ മത്സ്യത്തെ ജലത്തോടുകൂടി അങ്ങനെ വിട്ടുകളയാൻ ഭാവിച്ചപ്പോൾ മത്സ്യം പറയാണ്, സ്വജാതികളെ തിന്നുന്ന ജലജന്തുക്കളിൽ നിന്ന് ഭയപ്പെട്ട് കഴിയുന്ന എന്നെ ഇവിടെ ഉപേക്ഷിക്കരുതേ. അത് കേട്ടിട്ട് രാജാവ് ആ മത്സ്യത്തെ ഒരു ജലപാത്രത്തിലാക്കിയിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഒരു രാത്രി കൊണ്ട് മത്സ്യം വളർന്ന് കമണ്ടലു നിറഞ്ഞു. അത് കണ്ട രാജർഷി മത്സ്യത്തെ വെള്ളം നിറച്ച ഒരു കുട്ടകത്തിൽ നിക്ഷേപിച്ചു. നിമിഷ നേരം കൊണ്ട് മത്സ്യം ആ കുട്ട നിറഞ്ഞു. മത്സ്യം പറഞ്ഞു, രാജാവേ, എനിക്ക് കുറച്ചുകൂടി വിസ്താരമായ സ്ഥലം വേണം. അങ്ങനെ രാജാവ് മത്സ്യത്തെ വലിയൊരു തടാകത്തിലാക്കി. പിന്നെ മത്സ്യം വീണ്ടും വളർന്നപ്പോൾ വിപുലമായ ജലാശയത്തിൽ കൊണ്ടുപോയിട്ടു. അടുത്തത് നാലാമത്തെ ശ്ലോകം. യോഗപ്രഭാവാദ് ഭവദാജ്ഞയൈവ നീതസ്തദസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസീഹി. പദമുറിച്ച് പറയാം. യോഗപ്രഭാവാത് ഭവത് ആജ്ഞയ ഏവ നീതഃ തതഃ ത്വം നീതസ്തദസ്ത്വം മുനിന പയോധിം പൃഷ്ടഃ അമുനാ കൽപ്പദിദൃക്ഷും ഏനം സപ്താഹം ആസ്വ ഇതി സപ്താഹമാസ്വേദി വദൻ അയാസീഹി. തതഃ ഭവത് ആജ്ഞയ ഏവ അനന്തരം ഭഗവാന്റെ ആജ്ഞയാൽ തന്നെ, ഏവ എന്ന് പറയുമ്പോൾ തന്നെ,
ആജ്ഞ കൊണ്ട് തന്നെ മുനിന യോഗപ്രഭാവാത് മുനിയുടെ യോഗശക്തി കൊണ്ട് പയോധിം നീതഹ ത്വം സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട അവിടുന്ന് അമുന പൃഷ്ടഹ ഈ സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് കൽപ്പ ദിദൃക്ഷും ഏനം പ്രളയം കാണാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് രാജാവിനോട് സപ്താഹം ആസ്വ 7 ദിവസം കാത്തിരിക്കുക ഇതി വദൻ എന്ന് പറഞ്ഞിട്ട് അയാസീഹി മറഞ്ഞു. അപ്പോൾ ആ ജലാശയത്തിലിട്ടതിന് ശേഷം വീണ്ടും വളർന്നു വലുതായ മത്സ്യത്തെ രാജർഷി തൻ്റെ തപസിദ്ധി കൊണ്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടാണ്. ആ സമയത്ത് മത്സ്യം പറഞ്ഞു, രാജാവേ, ഈ സമുദ്രത്തിലെ മകരമത്സ്യം തുടങ്ങിയവയെല്ലാം തന്നെ എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോകരുതേ. ഇത് കേട്ട രാജാവ് ചോദിച്ചു, മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള അങ്ങ് ആരാണ്? ഞാൻ വിചാരിക്കുന്നത് അവിടുന്ന് മത്സ്യത്തിൻ്റെ സ്വരൂപം ധരിച്ചു വന്ന കാലസ്വരൂപനായ ഈശ്വരൻ തന്നെ ആണെന്നാണ്. അങ്ങ് എന്തിനാണ് ഈ മത്സ്യരൂപത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു, രാജാവേ, കേട്ടോളൂ. ഇന്ന് തുടങ്ങി 7-ാം ദിവസം ഈ കാണുന്ന ഭൂമി, അന്തരീക്ഷം, അതുപോലെ ഈ 3 അങ്ങനെ തന്നെ 7-ാം ദിവസം ഭൂമി, അന്തരീക്ഷം തുടങ്ങി ഈ 3 ലോകങ്ങളും പ്രളയ സമുദ്രത്തിൽ മുങ്ങിപ്പോകും. ആ സമയത്ത് ഒരു കപ്പൽ അങ്ങയുടെ സമീപത്ത് വന്നു ചേരും. സകല ഔഷധികളും വിവിധങ്ങളായ വിത്തുകളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് സപ്തർഷികളോട് കൂടി ചേർന്ന് ആ വലിയ കപ്പലിൽ അങ്ങ് കയറിക്കൊള്ളുക. അതുപോലെ തന്നെ കൊടുങ്കാറ്റിൻ്റെ ശക്തി നിമിത്തം ചലിക്കുന്ന ആ കപ്പലിൻ്റെ സമീപത്ത് കാണപ്പെടുന്ന എൻ്റെ കൊമ്പിൽ അവിടെ, അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ വന്നു ചേരുന്ന വാസുകിയാകുന്ന മഹാസർപ്പത്തെ കൊണ്ട് ബന്ധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പ്രളയം കാണാൻ ആഗ്രഹിക്കുന്ന രാജാവിനോട് 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു എന്നാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിഃ സാർദ്ധമപാരവാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. പദമുറിച്ച് പറയാം. പ്രാപ്തേ ത്വത് ഉക്തേ അഹനി വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ത്വത് ഉക്തേ അഹനി പ്രാപ്തേ അവിടുന്ന് അരുളി ചെയ്ത ആ ദിവസം വന്നപ്പോൾ ഭൂമിതലേ ഭൂമിയുടെ ഉപരിഭാഗം വാരിധാരാ പരിപ്ലുതേ ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം രാജാവ് സപ്തർഷികളോട് കൂടിയിട്ട് അപാര വാരിണി കരകാണാത്ത സമുദ്രത്തിൽ ചുറ്റിത്തിരിയുന്നവരായിട്ട് ഗുരുവായൂരപ്പ അങ്ങയെ ശരണം പ്രാപിച്ചു. അപ്പോൾ അങ്ങനെ ഭഗവാൻ അരുളി ചെയ്ത ആ ദിവസം വന്നെത്തിയപ്പോൾ ഭൂമിയുടെ ഉപരിതലം ജലധാരയിൽ മുങ്ങിപ്പോയി. അപ്പോൾ രാജാവ് സപ്തർഷികളോട് കൂടിയിട്ട് കര കാണാൻ കഴിയാത്ത ആ സമുദ്രത്തിൽ ചുറ്റിത്തിരിയുന്നവരായിട്ട് അങ്ങനെ പിന്നീട് ഭഗവാനെ ഗുരുവായൂരപ്പ, മെൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ അവർ അങ്ങയെ ശരണം പ്രാപിച്ചു. ഇനി 6-ാമത്തെ ശ്ലോകം. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയാൻ. പദമുറിച്ച് പറയാം. ധരാം ത്വത് ആദേശകരീം അവാപ്താം നൗരൂപിണീം ആരുരുഹു തദാ തേ തത് കമ്പ്രകമ്പ്രേഷു തത് കമ്പകമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിരഭൂഃ മഹീയാൻ. തഥാ തേ ത്വത് ആദേശകരീം അപ്പോൾ അവർ ഗുരുവായൂരപ്പ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് നൗരൂപിണീം അവാപ്താം ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് അവിടെ എത്തിയ ധരാം ഭൂമിയിലെ ആരുരുഹു കയറി തേഷു തത്
കമ്പകമ്പ്രേഷു ച അവര് ആ ജലവാഹനത്തിൻ്റെ ഇളക്കം കൊണ്ട് ഭയന്നു വിറച്ചപ്പോൾ ഭൂയഹ ത്വം വീണ്ടും അവിടുന്ന് മത്സ്യരൂപിയായ അവിടുന്ന് മഹിയാൻ ഏറ്റവും വലിയ ഒരു രൂപം എടുത്തിട്ട് അംബുദേഹെ സമുദ്രത്തിൽ നിന്നും ആവിരഭൂഹു പ്രത്യക്ഷപ്പെട്ടു. അപ്പം പിന്നീട് ആ സത്യവ്രതനും സപ്തർഷികളും അവിടുത്തെ കൽപ്പന അനുസരിച്ചിട്ട് അൽപ്പത്തൂർ പറയാണ് ഭഗവാനെ അവിടുത്തെ കൽപ്പന അനുസരിച്ചിട്ട് ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് അവിടെ എത്തിയ ഭൂമിയിൽ കയറിയിട്ട് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമി ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് അവിടെ വരികയാണ്. അപ്പോൾ ആ ഭൂമിയിൽ കയറിയിട്ട് എന്ന് പറയുമ്പോൾ ആ വഞ്ചിയിൽ കയറിയിട്ട് പ്രളയസമുദ്രത്തിൽ ആ വഞ്ചി വല്ലാതെ ഉലഞ്ഞ സമയത്ത് ഭയന്നു വിറച്ചപ്പോൾ ഭഗവാൻ വീണ്ടും ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുത യോജന ഭാഗവതം ഒരു കൊമ്പുള്ളതും സ്വർണവർണ്ണത്തോടു കൂടിയതും 1,00,000 യോജന വിസ്തൃതിയോടു കൂടിയതുമായ ഒരു മഹാമത്സ്യമായിട്ട് ആ സമുദ്രത്തിൽ പ്രത്യക്ഷമായി. അടുത്തത് 7ാമത്തെ ശ്ലോകം. മുനയഃ 7ാമത്തെ ശ്ലോകം. ചഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധുഃ. പദം മുറിച്ച് പറയാം. ചഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനം ഉച്ചൈസ്തര തേജസം ദധാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയഃ ത്വത് ഉക്ത്യാ ത്വത് ഉത്തുംഗശൃംഗേ തരണിം ബബന്ധുഃ. മുനയഃ സത്യവ്രതനും സപ്തർഷികളും യോജന ലക്ഷദീർഘാം 1,00,000 യോജന വിസ്താരമുള്ള ജഷാകൃതിം ദധാനം മത്സ്യരൂപത്തെ ധരിച്ച ഉച്ചൈസ്തര തേജസാം അത്യുച്ചത്തിലുള്ള തേജസ് മഹാതേജസ്വിയായ ത്വാം നിരീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് തുഷ്ട ആനന്ദിച്ചിട്ട് ത്വത് ഉക്ത്യ അങ്ങ് കൽപ്പിച്ചതുപോലെ ത്വത് ഉത്തുംഗശൃംഗേ അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ തരണിം ബബന്ധുഃ ആ തോണിയെ ബന്ധിച്ചു. 1,00,000 യോജന വിസ്താരമുള്ള മത്സ്യരൂപത്തെ ധരിച്ച അതിതേജസ്വിയായ ഭഗവാനെ അവിടുത്തെ കണ്ടിട്ട് സത്യവ്രതനും സപ്തർഷികളും അങ്ങ് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ തോണിയെ ബന്ധിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഹി. പദം മുറിച്ച് പറയാം. ആകൃഷ്ടനൗഗഃ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ അചാരീഹി. ആകൃഷ്ടനൗഗഃ ത്വം മത്സ്യമൂർത്തിയായ ഭഗവാൻ ഭൂമിയാകുന്ന വഞ്ചിയെ യഥേഷ്ടം വലിച്ചുകൊണ്ട് മുനിമണ്ഡലായ സത്യവ്രതനും മുനിസമൂഹത്തിനും വിശ്വജഗത് വിഭാഗാൻ ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും പ്രദർശിപ്പിച്ചിട്ട് വേണ്ടതുപോലെ കാണിച്ചു കൊടുത്തിട്ട് തേന നൃവരേണ ആ സത്യവ്രത രാജാവിനാൽ സംസ്തൂയമാന നല്ലതുപോലെ സ്തുതിക്കപ്പെട്ടും പരംജ്ഞാനം ഉപദിശഞ്ച പരമാത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തും അചാരീഹി സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ മത്സ്യമൂർത്തിയായ ഭഗവാൻ ഭൂമിയാകുന്ന ആ വഞ്ചി യഥേഷ്ടം വലിച്ചുകൊണ്ട് സപ്തർഷികൾക്കും സത്യവ്രത രാജർഷിക്കും ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളെയും കാണിച്ചു കൊടുത്തും അതുപോലെ തന്നെ പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടും അങ്ങനെ സഞ്ചരിച്ചു. ഇനി ആ വഞ്ചിയിൽ അവരങ്ങനെ സഞ്ചരിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാധയഗ്രീവമഭിദ്രുതോ ഭൂഃ. പദം മുറിച്ച് പറയാം.
കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. ത്വം കൽപ്പാവധൗ, ഭഗവാനെ അവിടുന്ന് കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, സപ്തമുനീൻ സപ്തർഷികളെ, പുരോവത് പണ്ടത്തെ പോലെ തന്നെ, പ്രസ്ഥാപ്യ അതത് സ്ഥാനത്ത് ഉറപ്പിച്ചിട്ട്, തം സത്യവ്രതഭൂമിപം ആ സത്യവ്രത രാജാവിനെ, വൈവസ്വതാഖ്യം മനും വൈവസ്വത മനുവാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലെ സത്യവ്രതൻ എന്നു പേരായ ആ രാജർഷി ഈ മഹാകൽപ്പത്തിലെ ശ്രാദ്ധദേവനെന്ന് സുപ്രസിദ്ധനായ സൂര്യപുത്രനായിട്ട് ഭവിച്ചു. ഭഗവാൻ ശ്രാദ്ധദേവനെ മനുവായിട്ട് കൽപ്പിച്ചു, വൈവസ്വത മനു. അങ്ങനെ ആ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കിയിട്ട് ആദധാനഹ പ്രതിഷ്ഠിക്കുന്നവനായിട്ട്, വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുന്നവനായിട്ട്, ക്രോധാത് വേദാപഹരണജന്യമായ വേദം അപഹരിച്ചതിൽ നിന്നുണ്ടായ ക്രോധം കൊണ്ട്, ഹയഗ്രീവന്റെ നേരെ അഭിദ്രുത അഭൂഹു പായുന്നവനാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി. അപ്പോൾ അങ്ങനെ കൽപ്പത്തിൻ്റെ അവസാനത്തിലെ സപ്തർഷികളെ പണ്ടത്തെ പോലെ തന്നെ അതത് സ്ഥാനത്ത് ഉറപ്പിച്ചിട്ട് സത്യവ്രത രാജാവിനെ വൈവസ്വത മനു ആക്കിയിട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലെ സത്യവ്രതൻ എന്നു പേരായ രാജർഷി ഈ മഹാകൽപ്പത്തിൽ ശ്രാദ്ധദേവൻ എന്ന് പ്രസിദ്ധനായ സൂര്യപുത്രനായിട്ട് ഭവിച്ചു. ശ്രാദ്ധദേവനെ ഭഗവാൻ മനുവായിട്ട് കൽപ്പിച്ചു, വൈവസ്വത മനു. അനന്തരം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് വേദം അപഹരിച്ചതു കൊണ്ടുണ്ടായ കോപത്തോടു കൂടിയിട്ട് ഹയഗ്രീവന്റെ നേരെ പാഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രപായാഃ. പദം മുറിച്ച് പറയാം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപദേ പ്രപായാഃ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനാക്കിയിട്ട്, തം ദൈത്യം ആ അസുരനെ, നിപാത്യ വീഴ്ത്തിയിട്ട്, നിഗമാൻ ഗൃഹീത്വ വേദങ്ങളെ വീണ്ടെടുത്തിട്ട്, പ്രീതഹൃദേ വിരിഞ്ചയെ സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന്, ദദാന ത്വം കൊടുത്ത ഗുരുവായൂരപ്പ, പ്രപഞ്ചനാകാരപദേ ഗുരുവായൂരപ്പ അവിടുന്ന്, പ്രപായാഹ എൻ്റെ ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണേ. ഇവിടെ പിന്നീട് ഭഗവാൻ തൻ്റെ കൊമ്പുകൊണ്ട് ആ അസുരൻ്റെ മാറിടം പിളർന്ന് ഹയഗ്രീവൻ്റെ മാറിടം പിളർന്ന് ആ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്തിട്ട് ബ്രഹ്മാവിന് കൊടുത്ത ഭഗവാനെ ഗുരുവായൂരപ്പ. മൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ എന്തൊക്കെ ക്ലേശങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഭക്തന്മാരുടെ ദുഃഖത്തെ നിവാരണം ചെയ്യുന്ന ഭഗവാനെ, ഈ രോഗങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കണേ എന്ന ആ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.